ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷൂട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ മഴത്തോരും മുമ്പ് പരമ്പരയുടെ നാളെ വരാനിരിക്കുന്ന പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ അലീനയുടെ പുതിയ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ അലീന പതിവിൽ നേരത്തെ എഴുന്നേറ്റ് രാവിലെ തന്നെ എല്ലാ പണികളും ഒക്കെ ഒതുക്കി തീർക്കാൻ കേട്ടോ. അലീനയുടെ മനസ്സിൽ പല ചിന്തകളാണ്. അതായത് പുതിയ സ്ഥലത്ത് ഇനി പോവുകയാണ്, ഒരുപാട് ദൂരമാണ്, എങ്ങനത്തെ ആൾക്കാരാണ്, ആ ഒരു ടെൻഷൻ ഇപ്പോൾ ആർക്കായാലും ഉണ്ടാകുമല്ലോ. ആ ഒരു ചിന്തകളിൽ ഇങ്ങനെ അലീന നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ അടുക്കളയിലോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞിട്ട്, അല്ല ഇതെന്തായിരുന്നു അലീന ചേച്ചി നേരത്തെ തന്നെ എഴുന്നേറ്റോ, പണികളൊക്കെ തീർക്കണോ? ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റടി മോളെ, പണികളൊക്കെ തീർന്നു, ഇന്ന് ഒരിടം വരെ പോകാനുണ്ട്. അതെങ്ങോട്ടാ? ഞാനും വന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. അതെ, നിന്നെ ഇപ്പം കൊണ്ടുപോകണില്ല, പിന്നെ കൊണ്ടുപോയിക്കോളാം. ഞാനേ കൈതക്കൽ വീട്ടിലോട്ടൊന്ന് പോവാം. അപ്പോൾ ചോദിക്കുക, എന്തേ അവിടെ പോണേ? അതെ, അമ്മയുടെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും മനുവേട്ടൻ്റെ അടുത്തും കമലാൻ്റിയുടെ അടുത്തൊക്കെ യാത്ര പറയണ്ടേ, അതിലേക്കാണെന്ന് പറഞ്ഞു. ആണോ? അപ്പം കൃഷ്ണമോളുടെ മുഖം അങ്ങ് വാടാണ് കേട്ടോ. അല്ല അലീന ചേച്ചി അപ്പോൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണോ അലീന ചേച്ചി? കൃഷ്ണമോൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. കാരണം അലീന ചേച്ചി ഇനി ഈ വീട്ടിലില്ലെങ്കിൽ എന്താ അവസ്ഥ? അമ്മ വന്നു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം ആവുമല്ലോ എന്നോർത്തിട്ട് കൃഷ്ണമോൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. എൻ്റെ അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എൻ്റെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അച്ഛാ ഞാൻ ഇന്ന് കൈതക്കൽ വീട് വരെ ഒന്ന് പോവാണ്. അതെന്താ നീ ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോണത്? അല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അമ്മയുടെ അടുത്തും പിന്നെ മുത്തശ്ശിയുടെ അടുത്തും മനുവേട്ടൻ്റെ അടുത്തൊക്കെ ഒന്ന് യാത്ര പറയണമായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടോടി മോളെ? വേണോ വെച്ചാൽ എനിക്കൊന്ന് പോയി യാത്ര പറയണം, അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന നെടുമ്പുറയ്ക്കൽ വീട്ടിലെ പണികളൊക്കെ തീർത്ത് ഒതുക്കി അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അലീന നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ കൈതക്കൽ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയണതും നമ്മുടെ മനുശങ്കർ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മനുവിനെ കണ്ടപ്പോഴത്തേക്ക്, മനുവേട്ടാ എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. ഞാൻ നാളെ പോവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുക, എങ്ങോട്ടാ? അതെ, കുളത്തൂർ പുഴയ്ക്ക്. അച്ഛൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. നാളെ ഞാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. യാത്ര പറയാൻ വന്നതാവും അല്ലേ? ശരി ആയിക്കോട്ടെ. അതെ, എന്നോട് യാത്ര പറഞ്ഞ് പോവാണോ നീ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ നിമിഷം അലീന മനുവിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. വല്ലാത്തൊരു പ്രയാസമായിരുന്നു. കാരണം തൻ്റെ എന്തിനും ഏതിനും എല്ലാ കാര്യത്തിനും അന്നു മുതൽ ഈ നിമിഷം വരെ തന്നോടൊപ്പം നിന്ന് എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരുന്ന ഒരാളാണ് മനുശങ്കറിൻ്റെ മനസ്സിൽ ഒരിഷ്ടം തന്നോടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അലീന നിൽക്കുന്നത്. പക്ഷേ അലീന അത് തുറന്നങ്ങോട്ട് പറയാനായിട്ട്, മറുപടി പറയാനായിട്ട് അലീന ഇതുവരെ ഒരുക്കം കാണിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും അലീന ഇപ്പോൾ ആ ഒരു പുസ്തകം ഇപ്പോൾ തുറക്കാനേ ഉദ്ദേശിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അലീനയ്ക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥ അല്ല അലീനയുടേത്. അങ്ങനെ അലീന മനു അങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ നീ എന്നോട് യാത്ര പറഞ്ഞ് പോകാനായിട്ട് വന്നതല്ലേ എന്നിങ്ങനെ മനു സങ്കടപ്പെട്ടു. മനുവിന് ഭയങ്കര വിഷമമാണ്. കാരണം അലീന ഇനിയിപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്താണ് പോകുന്നത് എന്നുള്ളത് ഒരിക്കലും അവൾക്കറിയില്ല. അതുകൊണ്ടാണ് അവൾ അച്ഛൻ്റെ അടുത്താണ് പോണത്. ഇനിയിപ്പോൾ തിരിച്ചു ഒരു പക്ഷേ അലീന ഇങ്ങോട്ട് പോലും വരില്ലായിരിക്കും, ഇനി വേറൊരു ലോകമായിരിക്കും അവളുടെ. അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളായിരുന്നു കേട്ടോ മനുവിൻ്റെ ഉള്ളിൽ. മനുവിന് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും മനുവേട്ട അമ്മയൊന്ന് കാണണം, പിന്നെ മുത്തശ്ശീനെയൊക്കെ ഒന്ന് കാണണം, അവരെയൊക്കെ ഒന്ന് കണ്ട് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനു റൂമിലോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ അലീന അകത്തോട്ട് കയറാനായിട്ട് വരുന്ന സമയത്ത് കാണാം നമ്മുടെ കമലമ്മയുടെ അവിടെ നിൽക്കുകയാണ്. നീയോ? എന്തേ ഇങ്ങോട്ടേക്ക്? അപ്പോൾ പറഞ്ഞു, അല്ല ആൻറ്റി, ഞാൻ നാളെ കുളത്തൂർ പുഴയ്ക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് യാത്ര പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി. യാത്ര പറയാൻ വന്നിരിക്കണു. ഈ ഒരു കാര്യം നിനക്ക് പണ്ടേ ചെയ്തിരുന്നെങ്കിലേ ആ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായി പോവുമായിരുന്നോ? നീ ഒറ്റ കാരണം വൈജയുടെ കുടുംബം ഈ രീതിയിലായത്. നിനക്കത് ഇച്ചിരി നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല മേഡം, അല്ല കമലാൻറ്റി, ഞാൻ പോകാനായിട്ട് തന്നെ ഇരുന്നതാണ്. എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒന്നും വരാത്തത് കൊണ്ടാണ് എന്തായാലും ഞാൻ ഇപ്പോൾ പോകാനുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ പോവാണ്. അപ്പോൾ എനിക്ക് മാഡത്തിനെ കണ്ടും പിന്നെ മുത്തശ്ശീനെ കണ്ടൊക്കെ ഒന്ന്
യാത്ര പറയണം. അപ്പം ഞാൻ നാളെ പോവാണ്. കുളർത്തൂപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അച്ഛൻ എനിക്ക് ജോലിയാക്കി തന്നിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കമലയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം വേറൊന്നുമല്ല, കാരണം തൻ്റെ മകൻ്റെ കൺവെട്ടത്തിൽ നിന്ന് ഇവളൊന്ന് മാറി കിട്ടുമല്ലോ. അങ്ങനെയെങ്കിൽ ഇവൻ മനു അലീനെ അങ്ങ് മറക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു വിചാരമായിരുന്നു. നീ എന്തായാലും മേഡത്തിനെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞോ, അങ്ങ് ചെന്നേച്ചാൽ മതി, ചെല്ല് വേഗം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രഞ്ജു അത് വരേണ് കേട്ടോ. അപ്പോൾ രഞ്ജു വന്നിട്ട് ചോദിച്ചു, അമ്മ എന്തൊക്കെ വർത്താനം അമ്മ അലീന ചേച്ചിയോട് പറയണത്, ഒരു ഇതൊക്കെ വേണ്ടേ, അമ്മയ്ക്കൊരു മര്യാദയില്ലേ? നീ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും പറയണ്ട, നീ കൊച്ചുവായിൽ അവൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം രഞ്ജു വിശേഷമൊക്കെ ചോദിക്കണേ, എന്നാൽ പോണം അലീന ചേച്ചി, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നില്ല. അതുപോലെ തിരിച്ച് അലീനയും മോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു, ഇനി എന്നാൽ ഹോസ്റ്റലിലേക്ക് പോകുന്നതൊക്കെ വിശേഷം അലീനയും രഞ്ജുവിനോട് ചോദിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീന പറഞ്ഞു, ഞാൻ എന്തായാലും മേഡത്തിനൊന്ന് കാണട്ടെ എന്ന് പറയും. അപ്പോഴേക്കും കമല പറഞ്ഞു, ചെല്ല്, നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക അവള്, ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന വൈജയന്തിയുടെ റൂമിലോട്ട് ചെന്ന് ഡോറ് തട്ടിയിട്ട് അകത്തോട്ട് കയറണം കേട്ടോ. അപ്പോഴേക്കും ഡോറ് തുറക്കുമ്പോഴേക്കും വൈജയന്തി നോക്കുമ്പോൾ അലീന, വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വരണം. അവൾ വന്നയ്ക്കുന്നു തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും അലീന അകത്തോട്ട് കയറണ്. നീ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ റൂമിലോട്ട് കയറിയത്? വൈജയന്തി ചോദിക്കുകയാണ്. മാഡം, ഞാൻ നാളെ പോവാണ്, പോകുന്നതിന് മുന്നേ മാഡത്തിനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയും. നീ എന്നോട് യാത്ര പറയാനോ? നീ കുറേ നാളായല്ലോടി പോണു എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണു. നീ അവിടെ നിന്ന് പോയി തരാവോ? എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം വരെ ഇന്ന് നശിച്ച് നാറാണക്കല്ലാക്കിയത് നിൻ്റെ എന്നെടുത്ത് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വെച്ചോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കാലക്കേട്. മാഡം അങ്ങനെയൊന്നും പറയരുത്. മാഡം, ഞാൻ പോവാണ്. ഞാൻ ഇന്ന് വരെ മാഡത്തിനെ ഒരു അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. മാഡം എന്നോട് വെറുപ്പ് വെക്കരുത്. ഞാൻ കാരണം മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാഡം ക്ഷമിക്കണമെന്ന് പറയും. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ക്ഷമിക്കാൻ? എടി ഒരുമ്പെട്ടവളെ, നീ കാരണം നീ എൻ്റെ മക്കളെ 3നെയും കയ്യിലെടുത്തു, എൻ്റെ ഭർത്താവിനെ നീ കയ്യിലെടുത്തു. ഇനി നിനക്ക് എന്താടി വേണ്ടത്? നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? നീ ഒന്ന് പോയി തരാമോ? അതിനു വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് വൈജയന്തി അങ്ങ് ചാടയാണ്. എവിടെയോ പിഴച്ചു പറ്റുണ്ടായതാ, എന്നിട്ട് വന്ന് നിൽക്കണു. എന്നോട് നീ യാത്ര പറയാനൊന്നും നിൽക്കണ്ട. അപ്പോഴേക്കും അലീന പറഞ്ഞു, മാഡം വാക്കുകളൊക്കെ കുറച്ചും കൂടി സൂക്ഷിച്ച് ഉപയോഗിക്കും മാഡം. ഇത്രയും കടുത്ത വാക്കുകളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മാഡത്തിൻ്റെ വാക്കുകൾ. നീ താങ്ങാൻ പറ്റില്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയുടെ വായി വരുന്ന രീതിയിലൊക്കെ പറയണം. കാരണം വൈജയന്തി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പറയണം. അതായത് എൻ്റെ മോൻ്റെ ജീവിതം താറുമാറായി പോയത് നീ ഒറ്റൊരുത്തി കാരണമാടി, നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി കുറേ ക്രൂശിക്കാൻ കേട്ടോ നമ്മുടെ അലീനെ. പക്ഷെ അലീന കുറേയൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. നീ എവിടെ ചെന്നാലും നീ കുണം പിടിക്കില്ലടി, നീ എന്നെ അത്രമാത്രം എൻ്റെ ജീവിതം നീ ഈ വിധമാക്കി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ എന്ത് പ്രാർത്ഥിക്കാനാടി? നിൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എൻ്റെ ജീവിതം ഈ വിധമായത് എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ എന്തായാലും വൈജയന്തി വളരെ മോശപ്പെട്ടാണ് അലീനയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇടിവെട്ടും കണക്കുള്ള ഓരോ വാക്കുകൾ അലീനയെ പറയണത്. എവിടെയോ തെരുവിൽ ഏതോ ഒരു പിഴച്ച സ്ത്രീക്ക് ഉണ്ടായതല്ലേടി നീ? നീയാണോടി ഇനി എൻ്റെ കുടുംബത്ത് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് ആക്കാൻ വേണ്ടിയിട്ട് നീ നടക്കണത്? നീ ഈ കുടുംബത്തിൽ നിന്ന് എന്നെടുത്ത് നീ വെച്ചോ, ആ എന്ന് നിൻ്റെ തിരുവാക്കാൽ ഇനി എന്നെടുത്ത് തിരിച്ചു വയ്ക്കുക, അന്നല്ലാണ്ട് എനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഒന്ന് പോയി തരാവോ? നീ യാത്രാമൊഴിയൊന്നും എന്നോട് പറയാനായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞ് വൈജയന്തി ചുമ്മാ വായി തോന്നണയൊക്കെ പറയണം. അപ്പോഴേക്കും അലീനയുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിടേണ്. ഒരു കേട്ട് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനേക്കാളേറെ ആയാലോ. പണ്ട് അപ്പോഴേക്കും അലീന മനസ്സിൽ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ബ്രിജാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിൻ്റെ അമ്മയെ കാണാനായിട്ട് പൊക്കോളുക, പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ആ അമ്മയോട് നീ ഒരിക്കലും, നിനക്ക് അമ്മയെ സ്നേഹിക്കാം, അമ്മയെ തൊടാം, എന്ത് വേണോ, പക്ഷെ നീ അവരുടെ മകളാണ് എന്ന കാര്യം പറയാൻ പാടില്ല. അത് ഇന്ന് വരെ അലീനയ്ക്ക് പാലിക്കാനായിട്ട് സാധിച്ചു. അലീന ഒരിക്കലും വൈജയന്തിയുടെ അടുത്ത് ഞാൻ വൈജയന്തിയുടെ മകളാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടയിൽ സംഭവിച്ചു പോയ ഒരു ചെറിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത് ബാലചന്ദ്രൻ അറിഞ്ഞു. അതാണ് ഇത്രയും വിഷയം ഉണ്ടാവാനായിട്ടുള്ള കാരണം. എന്തായാലും മാഡം
മാഡം ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, ഞാൻ ഒരിക്കലും മാഡത്തിൻ്റെ കുടുംബത്തിന് ഒരു ഇടങ്ങോലായിട്ടിടാൻ ഞാൻ നിന്നിട്ടില്ല, ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ മാഡത്തിൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒന്നും കയ്യിലെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. മാഡത്തിൻ്റെ തെറ്റായ ധാരണയാണ്. പിന്നെ മാഡം ഇപ്പം പറഞ്ഞല്ലോ എവിടെയോ പ്രസവിച്ച ഒരു പിഴച്ചൊരു സ്ത്രീക്കുണ്ടായതാണ് ഞാനെന്ന്. ഒരു നിമിഷം ഞാനൊന്ന് ചോദിച്ചൂടെ, ഒരു 10-21 വർഷം മുന്നേ മാഡത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഴയകാല ജീവിതം ഒന്ന് മാഡം ഒന്ന് ഓർത്തു നോക്കാവോ എന്ന് ചോദിച്ചു. മാഡത്തിനും ഉണ്ടായിരുന്നില്ലേ ആഗ്രയിൽ വെച്ചിട്ടുള്ള കുറച്ച് പഴയകാല ഓർമ്മകൾ? ഓർമ്മയില്ലേ മാഡത്തിനെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങ് ഇട്ടിവെട്ടി കണക്കാവുകയാണ്. ഇവളെന്താ എന്നോട് പറയണത്? അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ മാഡത്തിൻ്റെ, അതായത് എന്നെ ഇത്രയും മോശമായിട്ട് മാഡം പറയുമ്പോൾ മാഡവും സഞ്ചരിച്ചിരുന്ന വഴികൾ ഏത് തരം ആയിരുന്നു എന്നുള്ളത് മാഡം ഒന്ന് ചിന്തിക്കണത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോവാണ്, ഏതെങ്കിലും ഒരു സമയത്ത് മാഡത്തിന് എന്നെ കാണണമെന്ന് തോന്നിയാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നിന്നെ കാണാൻ ഞാൻ നിന്നെ വിളിച്ചു വരുത്താൻ അല്ലേ? നിനക്ക് എന്താ പറ്റിയിടി? നീ ഇവിടെ നിന്ന് പോയി തരാവോ? നീ ഇന്ന് പോവും, നാളെ പോവും, 3 മാസം മുന്നേ പോവും, ഒരാഴ്ച മുന്നേ പോവും, നീ കുറേയായി ഈ പറയലങ്ങോട്ട് തുടങ്ങിയിട്ട്, നീ പോയി തരാനായിട്ട് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ച് വൈജയന്തി പിടുത്തം വിട്ടങ്ങ് നിൽക്കണം. കാരണം ഈ ആഗ്രയിലെ കഥ ഇവളെങ്ങനെ അറിഞ്ഞു എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻ വൈജയന്തിയുടെ ഉള്ളിൽ കയറുകയാണ്. അങ്ങനെ വൈജയന്തി ആകെ ഇതായിപ്പോയിട്ടോ. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോവാണ് മാഡം എന്ന് പറഞ്ഞു. ഞാൻ ഒരു അമ്മയുടെ സ്ഥാനത്തിലാണ് മാഡത്തിനെ കണ്ടിട്ടുള്ളത്. ഞാൻ മാഡത്തിനെ ഒരു അമ്മയായിട്ട് തന്നെയാണ് കരുതിയത്. മാഡം എങ്ങനെ എന്നെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരമ്മയുടെ സ്ഥാനം തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പോകുന്നു, മാഡത്തിനും കുടുംബത്തിനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന നിറകണ്ണുകളോട് അവിടെ നിറങ്ങുന്നത് കേട്ടോ. പക്ഷെ വൈജയന്തി ഒരു നിമിഷം സ്റ്റക്കടിച്ച് അവിടെ നിന്ന് കേട്ടോ. കാരണം അലീനയുടെ വായിൽ നിന്ന് വന്ന ആ ആഗ്രയിലെ കഥ അത് ഇവളെങ്ങനെ അറിഞ്ഞു എന്നുള്ളത്. പക്ഷെ അലീനയെ നന്നായിട്ട് എത്രത്തോളം ക്രൂശിച്ച് പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അലീനയെ പറഞ്ഞിട്ട് തന്നെയാണ് വിടുന്നത്. കാരണം ഒരമ്മയുടെ സ്നേഹം ആഗ്രഹിച്ച് വന്ന ഒരു കുട്ടിയാണ്. സ്വന്തം അമ്മയുടെ സ്നേഹം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ആ സ്നേഹം കുറച്ചെങ്കിലും ഒന്ന് തൊട്ടറിയാനായിട്ട് ആഗ്രഹിച്ച് വന്ന കുട്ടി അന്നും ഇന്നും വായിൽ നിന്ന് കേട്ടതും കയ്യിലെ പ്രവൃത്തികളും എല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ അലീന അല്ല വേറൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതൊന്നും സഹിക്കില്ല. കാരണം തൻ്റെ അമ്മയാണ് തന്നെ ഈ മാട്ടി ഇറക്കണത്. സ്വന്തം വീട്ടിൽ നിന്ന് പെറ്റമ്മ തന്നെയാണ് തന്നെ മാട്ടി ഇറക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെയാണ് അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം സ്വന്തം അമ്മയുടെ വാശിയാണ്. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ വൈജയന്തി ആ വീട്ടിലോട്ട് തിരിച്ചു കയറുള്ളൂ. അതാണ് അമ്മയുടെ റൂള്. അപ്പോൾ സ്വന്തം പെറ്റമ്മ തന്നെയാണ് മകളെ ആട്ടി ഇറക്കുന്നത്. അങ്ങനെ അലീന വൈജയന്തിയുടെ റൂമിന് നേരെ നമ്മുടെ സൗദാമിനി അമ്മയുടെ അടുത്തോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സൗദാമിനി അമ്മയുടെ അടുത്ത് പറഞ്ഞു, മുത്തശ്ശി എന്തെടുക്കുക, സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അതെ, ഞാൻ നാളെ അങ്ങ് പോവാം കുളത്തൂപ്പുഴയ്ക്ക്, പുതിയൊരു സ്ഥലത്ത്, പുതിയൊരു ലോകം, പുതിയ കുറേ ആൾക്കാർ, അങ്ങോട്ടേക്ക് പോവാട്ടോ. ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വരും, മുത്തശ്ശിയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടത് സൗദാമിനി അമ്മയുടെ ആ നെഞ്ചങ്ങ് പൊട്ടിപ്പോവാണ്. കാരണം എൻ്റെ സ്വന്തം മകളുടെ മകളാണ്. ഒരു ഹോം നേഴ്സിനെ പോലെയും വീട്ടുജോലിക്കാരിയെ പോലെയും എല്ലാ പണിയും എടുത്ത് എൻ്റെ മോള് എൻ്റെ ഒരുപാട് പരിചരിച്ചിട്ടുള്ളതാണ്. ആ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ, നീ എന്നോട് പൊറുക്കണേ മോളെ. ഒരു ചെറുമകളായിട്ട് ഞാൻ നിന്നെ ഇന്ന് വരെയും കണ്ടിട്ടില്ല. എൻ്റെ മകളുടെ മകളായ നിന്നെ ഒരു വേലക്കാരിയായിട്ടാണ് നീ എൻ്റെ മുന്നിലെത്തണത്. നീ എന്നോട് പൊറുക്കണേ മോളെ. ഞാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണേ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് അങ്ങോട്ട് സൗദാമിനി മുത്തശ്ശി കരയാണ് കേട്ടോ. അലീനയ്ക്ക് അല്ലെങ്കിൽ തന്നെ അലീന ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്, സങ്കടം സഹിക്കാൻ വയ്യണ്ട്. അലീനയെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് കുറേ കരയാണ് കേട്ടോ. കാരണം സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് താങ്ങാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായി പോവാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇനി നാളെ വരുന്ന ഒരു വിശേഷം. കൈതക്കൽ വീട്ടിൽ പോയിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഒരു സീനാണ്. മനുശങ്കറിൻ്റെ ഒരു ഇത് ഭയങ്കരമാണ് കേട്ടോ. മനുവിന് താങ്ങാൻ പറ്റാത്തതിനേക്കാളും, കാരണം താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അലീനയാണ്. ആ അലീന പെട്ടെന്ന് ഇങ്ങനൊരു പോക്ക്, മനുവിൻ്റെ മനസ്സിൽ അലീനയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ റെഡിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആക്കി എല്ലാവരുമായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ട്രാജഡി വരുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചില്ല. ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് വരുമെന്നും അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ മനു. അപ്പം മനുവിന് അലീനയുടെ ഈ ഒരു പോക്ക്
പക്ഷെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ് പോകുന്നത് എന്നുള്ളത് അറിയാണ്ടാണ് അലീന പോകുന്നത്. അത് മനുവിന് ഭയങ്കര ഒരു ഇതാണ്. കാരണം അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കുമോ എന്നൊക്കെയുള്ള പല പല ചിന്തകളാണ് മനുശങ്കറിൻ്റെ ഉള്ളിൽ കടന്നു വന്നത്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി മനസ്സിൽ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ എൻ്റെ ഭാര്യയോ മക്കളോ ആര് തന്നെ എതിർത്തിരുന്നാലും അലീന ഇനി എൻ്റെ മകളായിട്ട് അംഗീകരിച്ച് തന്നെ ഞാൻ കുളത്തൂർ പുഴയ്ക്ക് കൊണ്ടുവരും എന്നുള്ളൊരു തീരുമാനം. ഇത്രയും നാൾ എൻ്റെ മകൾ ഒരു അനാഥയെപ്പോലെ ഒരു അനാഥാലയത്തിൽ വളർന്നു. ഇനി ഞാൻ ജീവിച്ചിരിക്കുക ആ ഒരു അവസ്ഥ അവൾക്ക് വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് തീരുമാനങ്ങൾ എടുക്കുകയാണ്. പക്ഷേ ഔദക്കുട്ടി ചായൻ ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും അലീനയുടെ വീഡിയോയും ഫോട്ടോയൊക്കെ കണ്ടതോടുകൂടി ഔദക്കുട്ടി ചായൻ പിന്നെ വാ തുറന്നിട്ടില്ല. കാരണം അയാൾക്ക് കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു ഇതായിപ്പോയി. കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അലീന തൻ്റെ സ്വന്തം ഭാര്യ, അതായത് ഔദക്കുട്ടി ചായൻ നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മ എങ്ങനെയാണോ അത് വാർത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ. ആകെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള സീൻ തന്നെയാണ് കേട്ടോ ഇനി വരുന്നത്. ഇനിയിപ്പോൾ സ്റ്റാൻലിയുടെ വീട്ടുകാരൊക്കെ അലീനയെ കണ്ടു കഴിയുമ്പോൾ അവർ പോലും അന്താളിച്ചു പോകും. കാരണം അവരുടെ അമ്മയെ പോലെ സ്റ്റാൻലിയുടെ ഒരു സഹോദരിയുണ്ട്, 2 ആങ്ങളമാരുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ ആകെ അന്താളിച്ച് പോകുന്നൊരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഏതൊക്കെ ട്വിസ്റ്റിലാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതേ ചാനലിൽ നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിൽ തന്നെ ഞാൻ നമ്മുടെ സാന്ത്വനം 2 6 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സീരിയലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമുക്ക് മറ്റൊരു ചാനലുണ്ട്, സുമി മുഫാസ് മൻസിൽ എന്നൊരു ചാനൽ. അതിൽ ഞാൻ 2 പരമ്പരകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഉച്ചയ്ക്ക് 2:30-ക്കും അതുപോലെ ഇവർ വിവാഹിതരായാലെന്ന പരമ്പര 10 മണിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 ചാനലും നമ്മുടെ ഈ മൊത്തം 4 സീരിയലുണ്ട്. ഈ 2 ചാനലും നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.